ുമ്പോൾ മദ്യനയ അഴിമതി കേസിൽ കസ്റ്റഡിയിലുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇഡി ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. മദ്യനയ രൂപീകരണത്തിലും കോഴ ഇടപാടിലും കെജ്രിവാളിന് നിർണായക പങ്കുണ്ട് എന്നാണ് ഇഡി ആരോപിക്കുന്നത്. കേസിൽ കസ്റ്റഡിയിൽ ഉള്ള ബിആർഎസ് നേതാവ് കെ കവിതയ്ക്ക് ഒപ്പം ഇരുത്തി കെജ്രിവാളിനെ ചോദ്യം ചെയ്യുന്നത് ആലോചനയിലുണ്ട്. അറസ്റ്റിനെതിരെ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ഇന്ന് ഷഹീദ് പാർക്കിൽ പ്രതിഷേധിക്കും. കേസിൽ കവിതയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ആർ രാകേഷ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന്. രാകേഷ്, ഈ പ്രതിഷേധം ശക്തമാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇഡിയെ സംബന്ധിച്ചിടത്തോളം വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നു. പ്രത്യേകിച്ച് ഇഡി ഈ വിഷയത്തിൽ കൃത്യമായ പങ്ക് അരവിന്ദ് കെജ്രിവാളിന് ഉണ്ട്. അതിൽ ഇടനിലക്കാരെ ഉൾപ്പെടെ സ്വാധീനിക്കുകയും അവർക്ക് അവസരമൊരുക്കി നൽകുകയും ഒക്കെ ചെയ്തത് കെജ്രിവാൾ ആണ് എന്ന് ഇഡി പറയുന്നു. കവിതയ്ക്കൊപ്പം ഇരുത്തി ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനായിരിക്കുമോ ഇഡിയുടെ ശ്രമം? അഭിലാഷ്, 6 ദിവസത്തേക്കാണ് അരവിന്ദ് കെജ്രിവാളിനെ ഇഡി കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വിശദമായി കെജ്രിവാളിനെ ചോദ്യം ചെയ്യും. അതിന് കെ കവിതയ്ക്കൊപ്പം ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് നടത്തുന്നത്. നിലവിൽ കെ കവിത ഇഡിയുടെ കസ്റ്റഡിയാണുള്ളത്. കെ കവിതയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് കെ കവിതയെ റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും. ഇഡി ഉന്നയിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം അരവിന്ദ് കെജ്രിവാളിനൊപ്പം ചോദ്യം ചെയ്യേണ്ടതുണ്ട് കവിതയെ. അതുകൊണ്ട് തന്നെ 5 ദിവസത്തേക്കെങ്കിലും കസ്റ്റഡിയിൽ വേണം എന്നൊരാവശ്യം ഇഡി മുന്നോട്ട് വയ്ക്കും. എന്നാൽ സുപ്രീം കോടതി ഇന്നലെ ജാമ്യ അപേക്ഷ തള്ളിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് വിചാരണ കോടതിയിൽ, റോസ് അവന്യൂ കോടതിയിൽ കവിത ജാമ്യാപേക്ഷ നൽകാനുള്ള സാധ്യതയും നിലവിലുണ്ട്. ഏതായാലും ഇഡി പറയുന്നത് മദ്യനയ അഴിമതിയുടെ ബുദ്ധികേന്ദ്രം എന്ന് പറയുന്നത് കെജ്രിവാളാണ്. അപ്പോൾ കെജ്രിവാളിനെയും കെ കവിതയെയും ഒപ്പമിരുത്തി ചോദ്യം ചെയ്യണം എന്ന നിലപാടിൽ ആവർത്തിക്കുകയാണ് ഇഡി. നേരത്തെ കവിതയെ അറസ്റ്റിന് പിന്നാലെ ഇഡി ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. അതിൽ പറഞ്ഞിരുന്ന കാര്യം 100 കോടി രൂപ ആം ആദ്മി പാർട്ടി കൈക്കൂലിയായി വാങ്ങി എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നലെ റിമാൻഡ് ആപ്ലിക്കേഷനിലും ഇക്കാര്യങ്ങൾ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് കേസിൽ മാപ്പ് സാക്ഷിയായവരുടെ മൊഴികളും ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മാഗുണ്ട ശ്രീനിവാസ റെഡ്ഡി പറഞ്ഞിരിക്കുന്നത് 2021 താൻ കെ കവിതയുമായി കൂടിക്കാഴ്ച നടത്തി. അന്ന് കെ കവിത 50 കോടി രൂപ കെജ്രിവാളിന് നൽകാൻ ആവശ്യപ്പെട്ടു. പക്ഷെ ഔദ്യോഗിക തിരക്കുകളുള്ളതാണ് താൻ മകൻ രാഘവനെ ആ ചുമതല ഏൽപ്പിച്ചു. പിന്നീട് രാഘവ് 25 കോടി രൂപ കെജ്രിവാളിന് നൽകാനായി കെ കവിതയ്ക്ക് നൽകി എന്ന മൊഴിയുണ്ട് എന്ന് ഇന്നലെ ഇഡി ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഡൽഹിയിലെത്തി രാഘവ് കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പോൾ അന്നും കെജ്രിവാൾ ആവശ്യപ്പെട്ടത് മദ്യനയത്തിൽ അനുകൂലമായ നിലപാട് സ്വീകരിക്കാം, പകരം ഗോവ തെരഞ്ഞെടുപ്പിനായി സംഭാവന നൽകണം, 100 കോടി രൂപ അങ്ങനെ ആവശ്യപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളാണ് ഇഡി ഇന്നലെ നൽകിയ റിമാൻഡ് ആപ്ലിക്കേഷനിലും സൂചിപ്പിക്കുന്നത്. അങ്ങനെ കെജ്രിവാളിന് ഇതിന് കൃത്യമായ പങ്കുണ്ട്, കെജ്രിവാളാണ് ഇതിന്റെ ബുദ്ധികേന്ദ്രം എന്നാണ് ഇഡി ആവർത്തിച്ച് പറയുന്നത്, ആരോപിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു കെ കവിതയെയും കെജ്രിവാളിനെയും ഒരുമിച്ചെത്തി ചോദ്യം ചെയ്യാനായിരിക്കും ഏതായാലും ഇഡിയുടെ നീക്കം. ഒപ്പം ഇന്ന് കവിതയെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുന്നുണ്ട്. മറുവശത്ത് പ്രതിഷേധങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് തുടരുകയാണ്. ഇന്നലെ ഏതായാലും വലിയ സംഘർഷത്തിലേക്ക് ITO സമീപത്തെ പ്രതിഷേധം പോയിരുന്നു. ഇന്ന് ഏതായാലും ITOയ്ക്ക് സമീപത്തുള്ള ഷഹീദ് പാർക്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ആം ആദ്മി പാർട്ടി. പ്രത്യേകിച്ച് ഇന്ന് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരുടെ രക്തസാക്ഷി ദിനമാണ്. അപ്പോൾ ഇന്ന് ITOയ്ക്ക് സമീപത്തുള്ള ഷഹീദ് പാർക്കിലാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിമാർ, MLA മാർ, കൗൺസിലർമാർ തുടങ്ങിയവർ ഈ സമരത്തിൽ പങ്കെടുക്കും. ഒപ്പം ഇന്ത്യ മുന്നണിയിലെ നേതാക്കളെയും ഇതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടരാൻ തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. നാളെ രാജ്യവ്യാപകമായി പ്രധാനമന്ത്രിയുടെ കോലം കത്തിക്കും എന്നാണ് ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റന്നാൾ ഹോളിയാണ്. പക്ഷേ ആം ആദ്മി പാർട്ടി നേതാക്കളും പ്രവർത്തകരും ഹോളി ആഘോഷിക്കില്ല. പകരം വീടുകൾ കയറിയിറങ്ങി എന്താണ് സംഭവിച്ചത്, പ്രത്യേകിച്ച് BJP പ്രതികാര നടപടി കൈക്കൊള്ളുന്നു എന്ന് ബോധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും എന്നാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി അറിയിച്ചിരിക്കുന്നത്. 26-ാം തീയതി പ്രധാനമന്ത്രിയുടെ വീട് വളയും എന്ന പ്രഖ്യാപനം കൂടി ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ രാകേഷ്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി ആസന്നമായിരിക്കും ഒരു ഘട്ടത്തിൽ ആണ് AAPയുടെ ക്യാപ്റ്റൻ തന്നെ ഇപ്പോൾ അഴിമതിക്ക് അകത്തായിരിക്കുന്ന സാഹചര്യം. അവിടെ വലിയൊരു പ്രതിസന്ധി നേരിടുന്നുണ്ടല്ലോ. ഡൽഹിയിൽ ഇത്തവണ ഒരു മാറ്റത്തിന് വേണ്ടി AAPയും കോൺഗ്രസും ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിനിടയിലാണ് ഇങ്ങനെ
അരവിന്ദ് കെജ്രിവാളിന് മാറി നിൽക്കേണ്ടി വരുന്നത്. അപ്പോൾ അത്തരം ഒരു പ്രചാരണത്തിനു കൂടിയാണോ AAP തയ്യാറെടുക്കുന്നതൊപ്പം ഇനിയിപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചേക്കും AAP എന്ന തരത്തിലും റിപ്പോർട്ടുകളുണ്ടല്ലോ? ആം ആദ്മി പാർട്ടി ഏതായാലും അത്തരത്തിലൊരു പ്രചാരണ ആയുധമാക്കുകയാണ് ഈ വിഷയം. പ്രത്യേകിച്ച് BJP, അതായത് BJP രാഷ്ട്രീയമായി വേട്ടയാടുന്നു എന്നത് കൂടുതൽ ജനങ്ങളിലേക്ക് ബോധിപ്പിക്കുക, അങ്ങനെ അത്തരത്തിലുള്ള പ്രചാരണം ഏറ്റെടുക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ആം ആദ്മി പാർട്ടിക്കുള്ളത്. അതിന്റെ തുടർച്ചയായാണ് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ സമാനമായ രീതിയിലുള്ള സമര പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് അത്തരമൊരു മാർച്ച് നടത്താൻ കഴിയില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അത് വലിയ സംഘർഷങ്ങളിലേക്ക് വഴിമാറുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു വിഷയം ഏതായാലും ഈ അറസ്റ്റ് അടക്കമുള്ള വിഷയങ്ങൾ സജീവ ചർച്ചയാക്കി നിർത്തുക എന്ന് തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ ലക്ഷ്യം. ഏതായാലും പിന്നോട്ടില്ല എന്ന് ആം ആദ്മി പാർട്ടി നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കെജ്രിവാൾ ആകട്ടെ ഇന്നലെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് പോകും വഴി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് താൻ ജയിലിലിരുന്ന് ഭരിക്കും, രാജിവെക്കില്ല എന്ന് കെജ്രിവാളും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ലഫ്റ്റനന്റ് ഗവർണർ അടക്കമുള്ള വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കുമെന്നുള്ളത് നിർണായകമാണ്. ഒപ്പം അഭിലാഷ് സൂചിപ്പിച്ച പോലെ ഇന്നലെ അഭിഷേക് സിംഗ്വി തന്നെ വ്യക്തമാക്കിയത് കീഴ്ക്കോടതിയിൽ നിന്ന് വിചാരണ കോടതി എന്തു പറയുന്ന അടിസ്ഥാനപ്പെടുത്തി സുപ്രീം കോടതിയിൽ വീണ്ടും വരാമെന്ന് അദ്ദേഹം ഇന്നലെ ഹർജി റിട്ട് പെറ്റീഷൻ പിൻവലിക്കുമ്പോൾ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അടുത്ത നടപടിയായി സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അഭിലാഷ്. റൈറ്റ്. എന്തായാലും ദേശീയ തലത്തിൽ ഇന്ന് പ്രധാനപ്പെട്ട വാർത്തയായി വരും മണിക്കൂറുകളിൽ തുടരുകയും ചെയ്യുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്നുണ്ടായിട്ടുള്ള മറ്റ് നടപടിക്രമങ്ങൾ ആണ്. വലിയ പ്രതിഷേധം ഉണ്ടാകും. ED കസ്റ്റഡിയിൽ ആണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഉള്ളത്. ഇന്നിപ്പോൾ K കവിതയോടൊപ്പം ഇരുത്തിക്കൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള നീക്കം ആണ് EDയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. പുറത്ത് വലിയ പ്രതിഷേധം ആണ് AAPയും അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയും നടത്താൻ പോകുന്നത്. ഇത്തരത്തിൽ